ഹലോ മുത്തുവടികളെ, കുറച്ചധികം ദിവസമായി കാണാതെ. എന്നിട്ട് പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരവസ്ഥയിലൊന്നും ആയിരുന്നില്ല. കുട്ടികൾക്കൊക്കെ സുഖമില്ലായിക ഉണ്ടായിരുന്നു. ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് ആണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു ചുമയും പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മോന് എക്സാം തുടങ്ങി. മൂത്ത മോനും മോൾക്കും ഒന്നിച്ച് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ മെനക്കെട്ടില്ല. വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെനക്കേട് ഞാൻ എടുത്തില്ല. അപ്പോഴാണ് എൻ്റെ വാട്സപ്പിൽ കുറച്ചധികം പേര് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ല നിങ്ങളല്ലേ ഞങ്ങൾക്ക് തയ്യൽ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതുവഴി അങ്ങ് മുങ്ങിയ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഒരു 5-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കണം എന്നാണ് കരുതിയതെങ്കിലും ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ മോൻ എനിക്ക് വീണ്ടും ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോന് പഠിക്കുന്ന ഫോണിന് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണാണ് ഞാൻ കൊടുത്തത്. അപ്പം എൻ്റെ ഇളയ മോന് എൻ്റെ കുഞ്ഞു മോനുണ്ടല്ലോ, എൻ്റെ കുഞ്ഞു മോൻ ഭയങ്കര സ്നേഹവുമാണ്, ഭയങ്കര ദേഷ്യവുമാണ് അവന്. അപ്പോൾ അവൻ ഫോണെങ്ങാണ്ട് ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല, അവൻ ആ ഫോൺ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ കുഞ്ഞി കൈ കൊണ്ട് എറിഞ്ഞിട്ട് ആ ഫോണിന് ഇത്രയും വലിയ ഡാമേജ് വന്നു എന്നുള്ളത് ഭയങ്കര അതിശയമായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊബൈൽ പോയിന്റിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സെക്കൻഡ് ക്വാളിറ്റിയിൽ ഒരു ഡിസ്പ്ലേ ഒക്കെ സെറ്റാക്കി. കുഴപ്പമില്ല. നമുക്ക് പിന്നെ എന്താണ്, വല്ലപ്പോഴും അല്ല, ചെറിയ ചെറിയ വീഡിയോകൾ ഇടുക, ആരെങ്കിലും വിളിച്ചാൽ കോൾ എടുക്കുക, ഇതൊക്കെയല്ലേ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഉള്ളൊരു പരുവത്തിന് ആ ഫോണ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. വലിയ പൈസയും ആയിട്ടില്ലായിരുന്നു. പിന്നെ ഈ തയ്യൽ ക്ലാസ്സിൻ്റെ ഒരു വിഷയം പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം ഒരുപാട് പേര് എനിക്ക് മെഷീൻ ചവിട്ടാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഷീൻ നമ്മൾ ചവിട്ടി തന്നെ പഠിക്കണോടാ. മെഷീൻ നമ്മൾ ചവിട്ടി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പിൻട്രസ്റ്റാ അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ മെഷീൻ പിന്നെ ലേൺ ടു സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചില ഷേപ്പുകളുടെ ഒക്കെ ഒരു വർക്ക്ഷീറ്റ് കിട്ടും. ആ വർക്ക്ഷീറ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ആ ഷേപ്പുകൾ വരച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ തച്ചെടുക്കാം കേട്ടോ. തയ്യലിൽ നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു ഡ്രൈവിങ് ഒരിക്കലും നമ്മൾ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്തേ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് തയ്യലും പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം മെഷീൻ ചവിട്ടാൻ അറിയില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു പേപ്പർ എടുക്കുക, മെഷീനിൽ നൂലിടാതെ സൂചി റൺ ചെയ്യുക, പിന്നെ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ റൺ ചെയ്ത് കൊണ്ടുവരിക. പിന്നെ അതിനുശേഷം പിന്നെ ഇങ്ങനെ SSS ആ ഒരു രീതിയിൽ നിങ്ങൾ റൺ ചെയ്ത് കൊണ്ടുവരിക. ഈ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൽ കയറിയിട്ട് വർക്ക്ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ചില ഷേപ്പുകൾ കിട്ടും. ആ ഷേപ്പുകളിൽ കൂടി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോകുക. ഇതൊന്നും നൂലിടാതെ നിങ്ങൾ പിന്നെ നീഡിൽ മാത്രം റൺ ചെയ്തിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൈ വഴക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് ഇതിനാവശ്യമായ മെഷർമെൻറ്റ് എടുക്കാൻ ആവശ്യമായ ടേപ്പ്, പിന്നെ സ്റ്റിച്ച് റിമൂവർ, ട്രിമ്മർ, സിസറ്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെക്കുക. പിന്നെ സ്കെയിലുകൾ, പിന്നെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് സ്ട്രൈറ്റ് സ്കെയിൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഒരുപാട് ഈ മെഷർമെൻറ്റ് എടുക്കുന്നതിന് ഒരുപാട് സ്കെയിലുകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈൻ വഴിയൊക്കെ ഇഷ്ടംപോലെ ഈ മെഷർമെൻറ്റ് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ വാങ്ങിച്ചയച്ചു തരാം. പിന്നെ ക്ലാസ് എന്തായാലും തുടങ്ങും. 10-ാം തീയതി ക്ലാസ് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് മുങ്ങിയതൊന്നുമല്ല,
കുറേ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെത് തന്നെ അത് ഒന്ന് ക്ലാസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ആ ചാനലെന്ന് പറയുന്നത് ഇതിൽ എല്ലാം കൂടി മിക്സായി പോകൂടാ. ഈ ഒരു ചാനലിൽ ഞാൻ അതും കൂടി ഇടുകയാണെങ്കിൽ അതെല്ലാം കൂടി മിക്സായി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചാനലിലോട്ട് ഞാനത് മാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരിങ്ങനെ വിചാരിക്കും, ഇവരിതാ പറന്നു പിടിച്ച് ചാനലൊക്കെ തുടങ്ങി അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കരുതും. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ ചാനൽ തന്നെ നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോയാൽ എനിക്ക് നല്ല വരുമാനം കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം എനിക്ക് ഈ ചാനൽ വഴി എനിക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷെ അതിലും വലിയ വരുമാനം എനിക്ക് എൻ്റെ ജോലി വഴി കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് അത് തന്നെ ധാരാളമാണ്. എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ജോലി വഴി എനിക്ക് എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സാലറി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങാം എന്ന് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തിയത്. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് മുങ്ങിയതൊന്നുമല്ല, ഞാൻ പൊങ്ങും, ഞാൻ ഉടൻ തന്നെ വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നോമ്പൊക്കെ ഏതുവരെ എത്തി എല്ലാവരും അപ്പോൾ ആ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നോമ്പ് പകുതിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ചില്ലറ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ നോമ്പെടുക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു വയറിന് പ്രശ്നങ്ങളുണ്ട്, ചുമ, അങ്ങനത്തെയൊക്കെ വിഷയങ്ങളുണ്ട്. ആർക്കാണ് അസുഖങ്ങളില്ലാത്തത്? മനുഷ്യരല്ലേ. മനുഷ്യരായാലും, മനുഷ്യരെന്നല്ല എല്ലാ ജീവജാലങ്ങൾക്കും ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടും ചില ശാരീരിക പ്രകൃതികളൊക്കെ കൊണ്ടൊക്കെ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ആ അസുഖങ്ങൾ എൻ്റെ മക്കൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. എനിക്ക് വീണ്ടും ഒരു ചുമ തന്നെ വന്നിട്ട് പോയിട്ടേ ഉള്ളൂ. വീണ്ടും ചുമ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊടിമോന് ഒരാഴ്ചയായിട്ട് ഭയങ്കര ചുമയും കഫവും. ഞാനിങ്ങനെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു, ന്യൂമോണിയ ആയി പോവോ എന്ന് ഞാനിങ്ങനെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ചെറിയ അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാറില്ല. ഞാൻ എന്നെ ഇങ്ങനെ നഗര ഇല വെള്ളത്തിയിട്ട് കാച്ചി അങ്ങനെ വെള്ളം കുടിപ്പിക്കുകയും ചുക്കാപ്പി ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പൊടിമോന് അവനും ഒരു രീതിയിലും മരുന്ന് കുടിക്കില്ല. ഇപ്പം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ചിട്ടായാലും അവൻ ഒരു രീതിയിലും അവൻ മരുന്ന് കഴിക്കുകയില്ല. എങ്ങനെയായാലും അത് കുടിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പം ഛർദ്ദിച്ചിട്ട് അത് കംപ്ലീറ്റ് അവൻ പുറത്ത് ചാടിക്കും. അപ്പം ഞാനും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളല്ല. എൻ്റെ മക്കൾക്കും ഞാൻ അങ്ങനെ ഈ ചെറിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് കൊടുക്കുക, അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. അത് വന്ന് അങ്ങനെ തന്നെ അങ്ങ് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒരു ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് 10-ാം തീയതി നമ്മുടെ മറ്റേ ചാനൽ വഴി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.